Hello everyone, welcome back to Maida Street. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു പിസ്സയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഓവനൊന്നും ഇല്ലാതെ നമ്മുടെ സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഫ്രൈ പാനിൽ ചെയ്തെടുക്കുന്ന ഒരു പിസ്സയുടെ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഓവനിലല്ല ചെയ്തതെന്ന് ആരും പറയത്തില്ല ഇത് കഴിച്ചാൽ. അപ്പോൾ എല്ലാവർക്കും പിസ്സ കഴിക്കാൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാനിന്നിവിടെ ചിക്കനും അതുപോലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. അപ്പോൾ നമ്മൾ പിസ്സയുടെ ബേസാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു 1.5 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മളൊരു പാത്രത്തിലേക്ക്, അതായത് കുഴച്ച് അത് പൊങ്ങി വരാൻ പാകത്തിനുള്ളൊരു പാത്രത്തിലാണ് എടുത്ത് വയ്ക്കാൻ കേട്ടോ. 1.5 കപ്പ് മൈദ ചേർത്തു. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ആ മാവിലേക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രം ചേർത്താൽ മതി. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് കുക്കിംഗ് ഹെർബ്സ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് മാത്രം ഇടുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണുള്ളത്. അല്ലെങ്കിൽ ഇറ്റാലിയൻ ഹെർബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്നത് ഇട്ടാലും മതി കേട്ടോ. 2-3 പിഞ്ച് ഇടുക. കുറച്ചൊരു 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒലിവ് ഓയിൽ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. ഞാനങ്ങനെ പിസ്സേൻ്റെ ബേസ് ഉണ്ടാക്കുമ്പോൾ ബട്ടർ ഇടാറുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് പൊങ്ങാനൊന്നും വെക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ തരി പോലെയുള്ള ഈസ്റ്റ് ആണെങ്കിൽ അത് കുറച്ച് ചൂടുവെള്ളം, എന്താ പറയുക, ഇളം ചൂടുവെള്ളം, അതുപോലെ 1 സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് അതൊന്ന് പൊങ്ങിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം കേട്ടോ ആ വെള്ളം. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ട് നന്നായി പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റാവുന്നത് വരെ. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. ഇത് ഇളം ചൂടുള്ള വെള്ളമാണ്. 1/4 കപ്പ്, 1.5 കപ്പ് പൊടിയാണല്ലോ നമ്മളെടുത്തത്. അപ്പോൾ 1/4 കപ്പിന് കുറച്ച് തൊട്ട് താഴെ വെള്ളം ഇതിലേക്ക് മതിയാവും. നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. 1/4 കപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കുറവ് വെള്ളം മതി നമുക്ക് ഇത്രയും നല്ല പാകത്തിന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് കുഴച്ചെടുക്കാമേ. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. ആദ്യം ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് തോന്നും നമുക്ക്. പിന്നീട് ഒരു 5-8 മിനിറ്റ് കുഴയ്ക്കുമ്പോഴേക്കും തന്നെ ഇത് നല്ല സ്മൂത്തായിട്ട് വരും ഈ ഡോ മൊത്തം. അപ്പോൾ ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇനി ഒരു 5-8 മിനിറ്റ് കുഴച്ചാൽ മതി. അപ്പോഴേക്കും തന്നെ നല്ല സ്മൂത്ത് ഡോ ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നീട് അത് നമ്മൾ അടച്ച് ഒരു നനഞ്ഞ തുണി, ഒരു തുണിയൊന്ന് നനച്ച് അത് പിഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് അടച്ച് വയ്ക്കുക. അതിനുശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ എന്തായാലും നല്ല ഡബിൾ സൈസായി പൊങ്ങി വരും. അപ്പോൾ അത് പൊങ്ങാൻ വെക്കുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി ഓയിൽ അടിയിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അത് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ പൊങ്ങി വന്ന് കഴിയുമ്പോൾ. ഇനി ഇതിൻ്റെ മേലേക്കും ഒരു ഇത്തിരി 2-3 തുള്ളി ഓയിലൊന്ന് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇതാ ഒരു തുണി നമ്മൾ വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം അത് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കുക. ഇനി ഒരു 1 മണിക്കൂർ കഴിയട്ടെ കേട്ടോ. അപ്പോഴേക്കും എന്താ നമുക്ക് കുറച്ച് പണികളുണ്ട്. ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് പിസ്സ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് സ്പ്രെഡ് ചെയ്യാനായിട്ട് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ആ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി അതുപോലെ സോയാ സോസ് ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അതേസമയം നമുക്ക് പിസ്സയുടെ സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചോപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. പല ടൈപ്പ് ഉണ്ടാക്കാറുണ്ട്. ചിലപ്പം മിക്സിയിൽ പ്യൂർ ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഇന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ ഇവിടെ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് ഒരു 5-6 വലിയ വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായി ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്തിട്ടുണ്ട്. അതൊരുപാട് മുരിയാനൊന്നും നിൽക്കേണ്ട. ആ സമയത്ത് തന്നെ ഇതാ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറയാൻ കാര്യം ഒരുപാട് എരിവ് വേണ്ടല്ലോ നമുക്ക്. എന്നാൽ നല്ലൊരു കളറ് കിട്ടുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് തക്കാളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം നമുക്ക് ചെറുതായിട്ട്. നല്ല ചെറുതായിട്ട് വേണം ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ. അത് നമുക്ക് ഈ മുളക് പൊടി ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. ഇത്രയും പോകുന്നൊരു ക്യാപ്സിക്കം, ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം മതി, അതും ചോപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തത് നമ്മളത് മൂടി വെച്ചിട്ടൊന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കണം. നല്ല എന്താ പറയുക, തക്കാളിക്ക് ഇങ്ങനെ വെന്തുടഞ്ഞ് നമ്മൾ അരച്ചെടുക്കുന്ന പരുവം എങ്ങനെയാണോ അതുപോലെ ആയി വരണം ഈ തക്കാളിയെല്ലാം. നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചിട്ടൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം.
ഇതാ ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും ക്യാപ്സിക്കവും സവാളയും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് തക്കാളിയൊക്കെ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ. പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത കുക്കിംഗ് ഹെർബ്സ് ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒറിഗാനോ ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇനി 1 ടേബിൾ സ്പൂൺ ചീസ്, ഇത് ഓപ്ഷണലാണ് ഈ സമയത്ത്. കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചീസ് നമ്മുടെ ഈ പിസ്സ സോസിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര, അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ആ സെയിം ചട്ടിയിൽ തന്നെയാണ് ഞാനിനി ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ എല്ലാത്തിനും ഇതിനകത്ത് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി കേട്ടോ. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ പിസ്സ സോസ് ഉണ്ടാക്കിയ സെയിം പാനിലേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ആ ചിക്കന്. ആ ഒരു ഇതിൻ്റെ ഗ്രേവി എല്ലാം അവിടെ കിടപ്പുണ്ടല്ലോ, നമുക്കത് ഉണ്ടായി വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. എന്താ പറയുക, കുക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. നല്ലൊരു കോട്ടഡ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത് കിട്ടും നമുക്ക്. ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, കറുമുറുന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ട, നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ചെറിയ പീസായിട്ടല്ലേ, ബോൺലെസ് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഒരു 12 മിനിറ്റ് 14 മിനിറ്റൊക്കെ മതിയാവും. ചിക്കൻ നന്നായി കുക്കായി വരും. അപ്പോഴേക്കും ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ ഇത് ഡബിൾ സൈസായി വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മൈദ ഒന്ന് കയ്യിലെടുത്തിട്ട് വേണം ഒന്നിങ്ങനെ പഞ്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മൈദ ഒരു ഇച്ചിരി എടുത്തില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കും കേട്ടോ പിടിക്കുമ്പോൾ. ഇപ്പോൾ ഇതൊട്ടും സ്റ്റിക്ക് ചെയ്യല്ല, അങ്ങനെ മൈദ എടുക്കണം കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രൈ പാനിലാണ് നമ്മൾ ഇന്ന് പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കൊരു കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ പഞ്ച് ചെയ്ത് ഒന്ന് ബോളാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഈ പിസ്സയുടെ മാവുണ്ടല്ലോ, അതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. സൈഡിലേക്ക് ഒരു ഇച്ചിരി കനം കൂട്ടിയിട്ടും ബാക്കിയുള്ള സ്ഥലത്തെല്ലാം കനം കുറച്ചിട്ടുമാണ്. പക്ഷേ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു തിക്ക് ക്രസ്റ്റ് പിസ്സയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ 1.5 കപ്പ് മാവിനെടുത്ത് ചെയ്തത്. ഇനി നിങ്ങൾക്ക് തിന്നായിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് നമ്മുടെ പാനിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. ഒരു മാവിൻ്റെ അളവൊക്കെ ഒരു തവണ ഉണ്ടാക്കി നോക്കും, അപ്പോൾ മനസ്സിലാവും അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ. ഇനി ഇതൊന്ന് നന്നായി സ്പ്രെഡ് ചെയ്തു അറ്റത്തേക്ക് ഒന്ന് ഇതാക്കി വെച്ചതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് നിറയെ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഒരു കത്തി കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ഒന്ന് കുത്തി കൊടുക്കുക. അത് പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാനാണ് ആ മാവ് നടുക്കുള്ള ഭാഗത്ത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ സോസ് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചൂട് മാറിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിന്. അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതിൻ്റെ. അറ്റത്തേക്കാക്കാതെ ഈ ബാക്കിയുള്ള ഭാഗത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പിസ്സ സോസ്. ഇതിൽ തന്നെ നമ്മൾ ഇച്ചിരി ചീസ് ചേർത്തിട്ടുണ്ടല്ലോ, എന്നാലും ഒരു ടേബിൾ സ്പൂൺ ചീസ് മുകളിലൊന്നിങ്ങനെ ചെറുതായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. ഇനി നമ്മുടെ ചിക്കൻ, നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണ്. ചിക്കന് പകരം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. ഒന്നില്ലെങ്കിൽ ചിക്കൻ ചേർക്കാതെ വെജിറ്റബിൾസ് മാത്രമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പനീർ വെച്ചിട്ട് ചെയ്യാം, സ്വീറ്റ് കോൺ ഇട്ടിട്ട് എന്ത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്കുണ്ട് കേട്ടോ. പ്രോൺസ് വെച്ചിട്ടോ അങ്ങനെ. ഇപ്പോൾ കുറച്ചൊരു 1/4 ഭാഗം ചോപ്പ് ചെയ്ത് ഓണിയൻ ചേർക്കുന്നുണ്ട്, അതുപോലെ ക്യാപ്സിക്കം, പിന്നെ ഉള്ളിൽ നിന്ന് ആ കുരുവൊക്കെ മാറ്റിയിട്ടുള്ള തക്കാളിയുടെ കുറച്ച് പോർഷൻസ്, പിന്നെ ഒലീവ്സ്, ബ്ലാക്ക് ഒലീവ് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ ഇതിന് വെക്കാം കേട്ടോ. നമ്മളുടെ ചോയ്സാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും പിസ്സ സോസും പ്ലെയിൻ ചീസാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ബാക്കി കുറച്ചും കൂടെ ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് ഒരുപാട് ഇടുന്തോറും നമ്മുടെ പിസ്സ കഴിക്കാനും അതുപോലെ ഇങ്ങനെ കാണാനും നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് ചേർക്കുന്നില്ല, ഒരു മീഡിയം ലെവലിൽ ചീസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി മുകളിൽ കൂടെ ഇച്ചിരി ഇങ്ങനെ ആ കുക്കിംഗ് ഹെർബ്സ് എടുത്തിട്ട് ഒന്നിങ്ങനെ കയ്യിലെടുത്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അതിങ്ങനെ കട്ടയായിട്ട് വീഴും കേട്ടോ. അപ്പോൾ കയ്യിലെടുത്തിട്ട് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി കല്ല് ഇവിടെ നന്നായി ചൂടാക്കി വെക്കുക കേട്ടോ, നല്ല ചൂടാവണം. എന്നിട്ട് തീ നന്നായി കുറച്ചതിന് ശേഷം നമ്മുടെ ഈ പാൻ എടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കുക. ഫ്രൈയിങ് പാൻ എടുത്ത് ചപ്പാത്തി കല്ലിൻ്റെ മുകളിൽ വയ്ക്കുക. ചപ്പാത്തി കല്ലോ ദോശക്കല്ലോ എല്ലാം. ഒരു 18 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നിങ്ങൾ തിന്നായിട്ടുള്ള ക്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിസ്സ ഒരു 12-15 മിനിറ്റിനുള്ളിൽ തന്നെ നോക്കണം കേട്ടോ. ഇത് ശരിക്കും ഒരു 18-20 മിനിറ്റിനുള്ളിലാണ് റെഡിയായിരിക്കുന്നത്. കണ്ടില്ലേ? ആദ്യം സൈഡ് ഒന്ന് കുത്തി നോക്കുക, അതിനുശേഷം നമ്മുടെ അടിഭാഗം ഒന്ന് ചെറുതായി പൊക്കി നോക്കുക കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. എന്നിട്ട് കണ്ടില്ലേ, നമ്മുടെ അടിപൊളി പിസ്സ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ അത് മൂടി വയ്ക്കാൻ പ്രത്യേകിച്ച് മറക്കരുത് കേട്ടോ. എന്നാലാണ് ചീസൊക്കെ ഇതുപോലെ മെൽറ്റായി വരിക. മൂടി ഇതിൽ തട്ടാതെയും ശ്രദ്ധിക്കുക. അങ്ങനെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കുക്കിംഗ് ഹെർബ്സ് ഇല്ലെങ്കിൽ ചിലപ്പോൾ കസൂരി മേത്തി ഉണ്ടാവുമല്ലോ, അതിട്ടാലും നല്ലതാട്ടോ. ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, പിസ്സ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പിസ്സ ഒന്ന് ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് കുറച്ച് സാധനങ്ങളൊന്നും ഒപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.